പ്രൈസ് ലോർഡ്. ബൈബിൾ ചരിത്രങ്ങളിലൂടെ എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഇന്ത്യയെപ്പറ്റി 4 തവണ കാണിച്ചു തരുന്നുണ്ട്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ 127 പ്രവിശ്യകൾ എന്ന് ഉദ്ധരിച്ചുകൊണ്ട് 4 തവണ. അഹസ്വേരോസ് രാജാവ് പേർഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലം അദ്ദേഹത്തിൻ്റെ അതേ അധീനതയിലായിരുന്നു ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഇന്ത്യ. അന്ന് ഇന്ത്യ എന്ന് തന്നെ പേര് മാറ്റില്ല. അക്കാലത്ത് അഹസ്വേരോസ് രാജാവ് തൻ്റെ തലസ്ഥാനമായ സൂസ, പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ സൂസ അവിടെ വാഴുമ്പോൾ അദ്ദേഹം വലിയൊരു വിരുന്ന് നടത്തിയാണ്. പേർഷ്യയിലുള്ള തൻ്റെ കീഴിലുള്ള എല്ലാ അധിപന്മാർക്കും പ്രഭുക്കന്മാർക്കും എന്നതുപോലെ തന്നെ ഈ 127 പ്രവിശ്യയിലുള്ള ഇന്ത്യയിലും എത്യോപ്യയിലുമുള്ള പ്രഭുക്കന്മാർക്കും അധിപന്മാർക്കും ഭരണകർത്താക്കൾക്കും വലിയൊരു വിരുന്ന്, വിഭവസമൃദ്ധമായ വിരുന്ന്, വിഭവസമൃദ്ധമായ വീഞ്ഞുകൾ, അതേപോലെ തന്നെ തൻ്റെ സമ്പത്ത്, വൈരങ്ങൾ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ചഷകങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും കാണിച്ച് എല്ലാവരെയും സന്തോഷപ്പെടുത്തി സംതൃപ്തിപ്പെടുത്തി 180 ദിവസം നീണ്ടു നിന്നു ആ വിരുന്ന്. ഈ സമയത്ത് തൻ്റെ രാജ്ഞിയായ വാസ്തി രാജ്ഞി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു വിരുന്ന് വേറെയും നടത്തി. അഹസ്വേരോസിൻ്റെ രാജ്ഞിയായിരുന്നു വാസ്തി രാജ്ഞി. അതിനുശേഷം ആ വിരുന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം പേർഷ്യയിലുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ചെറിയവരും വലിയവരുമായവർക്ക് വേണ്ടിയിട്ട് ഒരു വിരുന്ന് 7 ദിവസം നീണ്ടുന്ന ഒരു വിരുന്ന് നടത്തുകയും ആ വിരുന്ന് സന്തോഷപൂർവ്വം പ്രഭുക്കന്മാരും മേലധികാരികളും ചെറിയവരും വലിയവരും നിൽക്കെ 7-ാം ദിവസം അഹസ്വേരോസ് രാജാവ് വീഞ്ഞു കുടിച്ച് ചെറിയ രീതിയിലൊന്ന് കിക്കായി. ആ സമയത്ത് അഹസ്വേരോസ് രാജാവിന് തോന്നുകയാണ് തൻ്റെ രാജ്ഞിയെ എല്ലാവരെയും ഒന്ന് കാണിക്കണം. അതിനായിട്ട് അഹസ്വേരോസ് രാജാവ് ഷണ്ഡന്മാരെ വിളിക്കുകയാണ്. ഷണ്ഡന്മാരാണ് രാജ്ഞിമാരുടെ തോഴന്മാരൊക്കെ. അക്കാലത്ത് 7 ഷണ്ഡന്മാരെ വിളിക്കുകയാണ്, പേരെടുത്ത് വിളിക്കുകയാണ്. അവരോട് പറഞ്ഞു, രാജ്ഞിയെ തൻ്റെ രാജകീയ കിരീടമണിയിച്ച് രാജ്ഞിയുടെ